പരമാവധി സ്വാമിയോട് പറഞ്ഞു ക്ഷമിക്കണം, അബദ്ധം പറ്റിയെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ക്ലിനിക്കിൽ കാവ്യ വേഷമൊക്കെ അണിഞ്ഞ് രുദ്രാക്ഷവും താടിയൊക്കെ ആയിട്ട് ഒരാൾ വന്നു. എൻ്റെ ക്ലിനിക്കിൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഇദ്ദേഹം ഭിക്ഷ യാചിക്കാൻ വന്നതെന്ന് വെച്ചിട്ട് പിച്ചക്കറാന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ള ഡെപ്പിയിൽ നിന്ന് ഒരു തൊട്ട് പൈസ എടുത്ത് കൊടുത്തു. ഇയാളിങ്ങനെ വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഇങ്ങനെ ഇത് കണ്ടപ്പോൾ. പിന്നെ ഈ അസിസ്റ്റന്റ് പറഞ്ഞു, അവർ തമ്മിൽ വലിയ വഴക്കായി. കാരണം അസിസ്റ്റന്റ് വിചാരിക്കുന്നത് ഈ 1 രൂപ പോരാത്തത് കൊണ്ട് സ്വാമി അങ്ങനെ നിൽക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇവർ തമ്മിൽ ഇങ്ങനെ ബഹളം ഭയങ്കര ശബ്ദമായപ്പോൾ ഞാൻ മെല്ലെ പോയി നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു വലിയൊരു ആശ്രമത്തിലെ ഒരു സ്വാമിയാണ്. അപ്പോൾ എല്ലാവരും വളരെ ഗുരുതുല്യനായി കാണുന്ന ഒരു സ്വാമിയായിരുന്നു വന്നിരുന്നത്. പക്ഷേ എൻ്റെ ഒരു പുതിയൊരു അസിസ്റ്റൻ്റ് ആയിരുന്നു, അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അതിനുശേഷം ഞാൻ അബദ്ധം മനസ്സിലാക്കി ഞാൻ പെട്ടെന്ന് പോയി സ്വാമിയോട് പറഞ്ഞു, സ്വാമി ക്ഷമിക്കണം. കാരണം നമ്മളിപ്പോൾ കഥകളൊക്കെ വായിക്കാറുണ്ട്, ഈ സന്യാസിമാരൊക്കെ ഇങ്ങനെ നമ്മൾ ശപിക്കാറുണ്ട്. അത് പറഞ്ഞു ഞാൻ പിന്നെ പരമാവധി സ്വാമിയോട് പറഞ്ഞു ക്ഷമിക്കണം, അബദ്ധം പറ്റിയെന്ന്. സ്വാമി വന്ന് ചെയറിലിരുന്നു. സ്വാമി പറഞ്ഞു, ഞാൻ പല്ല് കാണിക്കാൻ വന്ന ഈ കുട്ടി ഞാനൊരു ഭിക്ഷക്കാരനെന്ന് വിചാരിച്ചാൽ എനിക്ക് പൈസ എടുത്ത് തരാൻ നോക്കിയെന്ന് പറഞ്ഞു. ഞാൻ സ്വാമീനെ ചെയറിലിരുത്തി. സ്വാമീൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്വാമി വളരെ ഹാർഡ് ബ്രഷ് ഉപയോഗിച്ച് അമർത്തി പല്ല് തേക്കുന്നതുകൊണ്ട് ഈ പല്ലിന് എനാമൽ നന്നായിട്ട് പോകുമായിരുന്നു. അപ്പോൾ സ്വാമിക്ക് ഭയങ്കര പച്ചവെള്ളം ചൂടുവെള്ളം തട്ടുമ്പോൾ പുളിപ്പ് വേദന ഇതൊക്കെയായിരുന്നു പ്രശ്നം. ഞാനുള്ള ഒരു പരിഹാരം, അതായത് ഒരു പേസ്റ്റൊക്കെ എഴുതി കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ സ്വാമിനെ വിട്ടു. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ നമ്മുടെ പ്രാക്ടീസിൻ്റെ ഇടയ്ക്കൊക്കെ പല ആളുകളും വരാം. സാമ്പത്തികമുള്ളവരും ഇല്ലാത്തവരും പല ജോലിയിലുള്ളവരും പല വേഷത്തിലൊക്കെ വരാം. പക്ഷെ നമ്മൾ ഇവരൊക്കെ ഒരു മുൻവിധിയോടെ കാണാതെ, ഒരു മുൻധാരണയോടെ അങ്ങനെ കാണാതെ എല്ലാവരും ഒരേപോലെ കണ്ട് പരമാവധി അവർക്ക് ഏറ്റവും നല്ല ചികിത്സ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കാൻ നോക്കുക.